പാപി ചെല്ലുന്നിടത്ത് എല്ലാം പാതാളം. ഈ പാപി പാതാളം അന്വേഷിച്ച് നടക്കുവാണോ? അതോ ഈ പാതാളം പാപിയെ അന്വേഷിച്ച് നടക്കുവാണോ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പാപിയെക്കുറിച്ചോ അല്ലെങ്കിൽ തേടി വരുന്ന പാതാളത്തെക്കുറിച്ചോ ഒന്നുമല്ല ട്ടോ. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് എങ്ങനെയാണ് ഈ പാവം ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്യണേന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെയേറെ കേട്ടിട്ടുണ്ട്. നല്ല നാർസിസ്റ്റ് ക്യാരക്ടറുള്ള അല്ലെങ്കിൽ നല്ല ടോക്സിക് ആയിട്ടുള്ള ചില പേഴ്സൺസ് വളരെ ഇന്നസെന്റ്, വളരെ പ്യുവർ ക്യാരക്ടർ ആയിട്ടുള്ള ആളുകളെ തേടി ചെന്ന് കണ്ടുപിടിക്കുന്നത് കാണാം. ഒരിക്കലും ഞാനീ പറഞ്ഞ പാപികള് പാതാളത്തിൽ തേടി ചെല്ലുന്നതല്ലാട്ടോ. ഈ പാതാളം പാപിയെയാണ് ഈ ഒരു കാര്യത്തിൽ അട്രാക്ട് ചെയ്യണേന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ, ചിലപ്പോ നമ്മള് കാണാൻ പറ്റും അല്ലേ? നല്ല നല്ല പാവപ്പെട്ട കുട്ടികളായിരിക്കാം, നല്ല ക്യാരക്ടറായിരിക്കാം, നല്ല ഇന്നസെന്റ് ആയിരിക്കാം, കൈൻഡ്ഫുൾ ആയിരിക്കാം, മറ്റുള്ളവരുടെയൊക്കെ നന്നായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളായിരിക്കാം. പെട്ടെന്നൊരു റിലേഷൻ ഞാനീ പറയണത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തി വന്നിട്ട് വരുന്ന ഒരു അഫെയറോ അല്ലെങ്കിൽ ഒരു ലവ് അതൊന്നും അല്ലാട്ടോ. ചിലപ്പോ അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോ കൂട്ടുകൂടുന്ന ആരെങ്കിലും ആയിക്കോട്ടെ അവരായിരിക്കാം. വളരെ ടോക്സിക് ആയിട്ട് ഈ വ്യക്തികളുടെ അടുത്ത് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ട്ടോ. ഇതിന്റെ ഒരു കാരണം എനിക്ക് തോന്നിയ ഒരു കാരണമാണ് ഞാനിവിടെ നിങ്ങളോട് വിവരിക്കാൻ പോണത്. അതായത് ഒരിക്കലും ഈ കുട്ടികള് അല്ലെങ്കിൽ ഈ ഇടപെടുന്ന ആളുകള് ടോക്സിക് ആയതുകൊണ്ടല്ല ഈ ടോക്സിക് പേഴ്സൺസ് ഇവരെ അട്രാക്ട് ചെയ്യണത്. ശരിക്കും ഈ ഓപ്പോസിറ്റ് ക്യാരക്ടറിലുള്ള ആളുകളെ ആയിരിക്കാം ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകള് കണ്ടെത്തുന്നത്. അതായത് ഭയങ്കര കൈൻഡ്ഫുൾ ആയിട്ടുള്ളത്, വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ എപ്പഴും ചിരിച്ച് നല്ലൊരു ലിസണർ ആയിട്ട് നിൽക്കുന്നവര്, ഇവരെയൊക്കെ തേടി പിടിച്ചിട്ടാണ് ഈ ടോക്സിക് ആളുകള് കണ്ടെത്തുന്നത്. ഒരാളെ കിട്ടുമ്പോഴേക്കും ഇങ്ങനെ അവരുടെ ഫുള്ള് ചരിത്രവും കാര്യങ്ങളും ഡ്രാമാറ്റിക് ആയിട്ട് ഇവര് അവതരിപ്പിക്കുകയും, അതുപോലെ തന്നെ വിശ്വസിപ്പിക്കുകയും. ഈ പാവങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, എന്ത് നുണ പറഞ്ഞാലും ഇവര് വിശ്വസിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺസ് കണ്ടുപിടിക്കുകയുള്ളൂ. എപ്പഴും ചിന്തിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ കുറ്റം കൊണ്ടല്ല അവര് നമ്മളെ തേടി പിടിക്കുന്നത്. നമ്മുടെ ക്യാരക്ടർ വൈസ് നമ്മള് കുറച്ച് നല്ലതായിരുന്നത് കൊണ്ടും, നമ്മള് കുറച്ച് കൈൻഡ്ഫുൾ ആയതുകൊണ്ടും, നമ്മള് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അറിയുന്നവരായതുകൊണ്ടും, എന്തിനേറെ മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ ചിലപ്പോ ഒരു ടിവിയില് വരുന്ന എന്തെങ്കിലും ഒരു ക്ലിപ്സ് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയില് വരുന്ന ഒരു ക്ലിപ്സ് കണ്ടാലോ പെട്ടെന്ന് കരഞ്ഞു പോകുന്നവരൊക്കെ ആയിരിക്കാം ഈ പാതാളം വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക ട്ടോ. ദയവ് ചെയ്ത് ഇന്നസെന്റ് ആയിരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. സങ്കടങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നതിനും കുഴപ്പമില്ല. എപ്പോഴും സത്യം മാത്രം പറയുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരാളെ വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ട്ടോ. ഇവര് പറയുന്ന സ്റ്റോറികള് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കില്, ഇവര് പറയുന്ന സ്റ്റോറികളും അല്ലെങ്കിൽ ഇതൊന്നും നമ്മള് പെട്ടെന്ന് അവര് വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വിശ്വസിക്കാൻ പറ്റിയൊരു സമയമുണ്ട്. കാരണം ഈ ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺസ് തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇത് അങ്ങേയറ്റം വരെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ നമ്മൾ ആ റിലേഷൻ കൊണ്ടുപോകും. നമുക്ക് തീരെ പറ്റുന്നില്ലെന്നൊക്കെ അറിയുമ്പോഴാണ് ചിലര് പറയാതെ തന്നെ ജീവിതം അവിടെ വെച്ച് ഡ്രോപ്പ് ആക്കിയിട്ട് തിരിച്ചു പോണ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെയ്യേണ്ടത് ഒരാള് ഒരു ഫസ്റ്റ് പേഴ്സൺ നമ്മുടെ ലൈഫിൽ പരിചയപ്പെടുമ്പോ കൂട്ടുകൂടാൻ വന്നു കഴിയുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് ഇനിയുള്ള വീഡിയോസിലെല്ലാം അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഒരു നല്ല ക്യാരക്ടറിന്റെയും ഇന്നസെന്റ് ആയിട്ടും ഓപ്പൺ മൈൻഡഡ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് വരും കൂട്ടുകൂടാനായിട്ട്. അവരെല്ലാവരും നല്ലവരായിരിക്കണമെന്നില്ല. എല്ലാവരും ഈ പറയും പോലെ ടോക്സിക് ആകണമെന്നില്ല. നമ്മൾ അവരെ തിരിച്ചറിയാനായിട്ട് കേപ്പബിൾ ആയിട്ടിരിക്കുക. അത് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. താങ്ക് യു.